ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ആഗസ്റ്റ് 21 വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പയുടെ തിരുനാൾ. ഇറ്റലിയിലെ ത്രൊവീസോ രൂപതയിൽപ്പെട്ട റീസ് എന്ന ഗ്രാമത്തിൽ ജവാന്നി ബത്തിസ്ത സാർത്തോയുടെയും മർഗരീത്ത സാൻസണിൻ്റെയും 10 മക്കളിൽ രണ്ടാമത്തെ ആളാണ് ജോസഫ് സാർത്തോ. പഠനകാലത്ത് ദാരിദ്ര്യം നിമിത്തം ചെരുപ്പില്ലാതെയാണ് കാസ്റ്റൽ ഫ്രാങ്കോയിലെ സ്കൂളിലേക്ക് നടന്നുപോയിരുന്നത്. പഠന സാമർഥ്യം കൊണ്ട് പാതുവ സെമിനാരിയിൽ പഠിക്കാൻ ഒരു സ്കോളർഷിപ്പ് കിട്ടി. 1858 സെപ്റ്റംബർ 18-ാം തീയതി ജോസഫ് വൈദികനായി. ദൈവാലയ ശുശ്രൂഷകൾക്ക് കൃത്യതയും ദീർഘനേരം കുമ്പസാരക്കൂട്ടിൽ ഇരിക്കാനുള്ള സന്നദ്ധതയും അദ്ദേഹത്തെ ഇടവകകളുടെ കണ്ണിലുണ്ണിയാക്കി. 1884 നവംബർ 16-ാം തീയതി മാന്തുവ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. മെത്രാഭിഷേകം കഴിഞ്ഞ് അമ്മയെ സന്ദർശിച്ചപ്പോൾ തൻ്റെ മോതിരം കാണിച്ചു കൊടുത്തു. ഉടനെ അമ്മ തൻ്റെ വിവാഹമോതിരം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇത് ധരിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് അത് ലഭിക്കുകയില്ലായിരുന്നു. 1893 ബിഷപ്പ് ജോസഫ് കർദീനാളായി ഉയർത്തപ്പെടുകയും അതേ വർഷം വെനീസിലെ പേട്രിയാർക്കായി നിയമിക്കപ്പെടുകയും ചെയ്തു. കുർബാന പുസ്തകം, കാനോന നമസ്കാരം, ആരാധനാഗാനം എന്നിവ പരിഷ്കരിച്ചു. യൂറോപ്പിൽ നടക്കാൻ പോകുന്ന ഭീകര യുദ്ധത്തിന്റെ നാശനഷ്ടങ്ങൾ വിഭാവനം ചെയ്ത് കഴിഞ്ഞിരുന്ന മാർപ്പാപ്പ യുദ്ധം തുടങ്ങി ഭീകരത വർദ്ധിച്ചപ്പോൾ പോർക്കളത്തിൽ മരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ മരിക്കുന്നു, ഈ യുദ്ധം എൻ്റെ മരണമാണ് എന്ന് ഉരുവിട്ടുകൊണ്ട് 1914 ആഗസ്റ്റ് 20-ാം തീയതി മാർപ്പാപ്പ ഹൃദയ ആഘാതത്തെ തുടർന്ന് ദിവംഗതനായി. വിശുദ്ധ 10-ാം പിയൂസ് പാപ്പെ, ഞങ്ങൾക്കും തിരുസഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.